ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, എന്നേക്കുമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ല വക്കീല് പറഞ്ഞത്. തൽക്കാലം നമ്മളൊന്ന് തോറ്റുപോയി. തൽക്കാലത്തേക്കാണെങ്കിലും അല്ലെങ്കിലും തോൽവി എപ്പോഴും തോൽവി തന്നെ മോളെ. സർ, അച്ഛന്റെ പേരിലുള്ള ആധാരങ്ങളുടെ എല്ലാം സർട്ടിഫൈഡ് കോപ്പി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ലേ? അതല്ല നേരത്തെ വക്കീൽ പറഞ്ഞത്, ഇതിന് സമയമെടുക്കുന്നു. ഇനി ഫൈറ്റ് ചെയ്യാന്നല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു മാർഗവുമില്ല. തളർന്നിരുന്നാ നമ്മൾ കൂടുതൽ തോറ്റു പോവല്ലുള്ളൂ. അവന്തികൻ നിങ്ങളെ ചതിച്ചാണെന്ന് തെളിയിക്കാനും അനുകൂലമായ വിധി സമ്പാദിച്ച് ഇതെല്ലാം തിരിച്ചു പിടിക്കാനും നഷ്ടപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ എല്ലാ സർട്ടിഫൈഡ് കോപ്പി കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോ നീതിക്കും നിയമത്തിനും ഒന്നും ഇവിടെ ഒരു വിലയില്ലേ വക്കീലെ? പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ? ഒന്ന് ഞാൻ പറയാം, ഇതെല്ലാം എന്റെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളാ. അതെല്ലാം അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്ത് പടിയിറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സാർ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ഞാൻ പോയിട്ട് വരാം. എല്ലാം സ്വയം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇമോഷണൽ ആയിട്ട് എന്താ കാര്യം? എല്ലാത്തിനും അച്ഛൻ തന്നെയാ ഉത്തരവാദി. ഏട്ടൻ എന്തിനാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ? അതിന് ഏട്ടൻ എന്താ അവകാശമുള്ളേ? ഏട്ടന്റെ ഭാര്യയായിരുന്നല്ലോ ആ സ്ത്രീ. അവരെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത ഏട്ടൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കാര്യമില്ല. 7 കൊല്ലം അവര് പൂട്ടിയിട്ടപ്പോ എവിടെയായിരുന്നു ഏട്ടന്റെ ഈ ആണത്വം? അനാവശ്യം പറയരുത്. ആ, സത്യം പറഞ്ഞപ്പോ ഏട്ടനെ പൊള്ളിയല്ലേ? വേണ്ട. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ? ഇവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇവനെ ചോദ്യം ചെയ്യണോ? പറയണോ? നിനക്ക് എന്താണ് അറിയാം? ഏട്ടാ, പിടിവിടാൻ. ഷർട്ടിന് പിടിവിടാൻ. തമ്മിൽ തെല്ലാനുള്ള സമയമല്ല ഇത്. നിങ്ങളാരും തമ്മിൽ തെല്ലണ്ട. എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റ്. അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതും ഞാൻ മാത്രം. മക്കളെ, ഈ അച്ഛൻ കാരണം നിങ്ങൾ തമ്മിലടിക്കേണ്ടി വന്നല്ലോ. ഇനി ആരും ഒരു വാക്ക് പോലും ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട. സംസാരിക്കാതിരുന്ന എങ്ങനെയാ? സത്യമില്ലാതാവോ? അച്ഛൻ തന്നെയാ കുറ്റക്കാരൻ. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്.